ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബനാന ബോക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായ സമയത്തോട്ടേക്ക് ഇതിലോട്ടേക്ക് ആവശ്യമുള്ള ഗീ ചേർത്ത് കൊടുക്കാം. ഗീയോ ഡാൽഡിയോ ഓയിൽ വെച്ചിട്ട് എന്ത് വെച്ചിട്ടായാലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഗീ ആകുമ്പോൾ കുറച്ച് നല്ല കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇതിലോട്ടേക്ക് ഇതുപോലെ പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 പഴമായിട്ട് എടുത്തിട്ടുള്ളത്. 5 ബനാന ബോക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 5 പഴം എടുക്കാം. അതിൽ കൂടുതൽ കുറവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഴം എടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പഴം കഴിക്കാൻ. അങ്ങനെ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. എത്രത്തോളം മധുരമാണ് വേണ്ട അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്, ഒരിക്കലും അത് ചേർത്ത് കൊടുക്കാൻ ഞാൻ പറയത്തില്ല. ഞാനൊരു യെല്ലോ കളറിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഒരു പാനിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ദോശ പരുവത്തിലാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നിങ്ങൾ വഴറ്റി വെച്ചിരുന്ന പഴം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ബനാന ബോക്സിന് എത്രത്തോളം പഴം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് സൈഡ് ഭാഗമൊക്കെ ഇതൊരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് അതിലോട്ടേക്ക് ഇടാം കേട്ടോ. അപ്പം ഇതുപോലെ മറിച്ച് വെച്ച് ഒന്ന് തിരിച്ചിടാം. അപ്പം നമ്മളുടെ ബനാന ബോക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുക്കുകയാണ്. കുറഞ്ഞ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ടും ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.